പ്രിയപ്പെട്ടവരെ, മാർച്ച് 14 വെള്ളി വിശുദ്ധ സുവിശേഷം മാർക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് സാധാരണ മനുഷ്യൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവൻ്റെ മനസ്സിൽ കൂടെ തോന്നുന്നതിനെ ഇവിടെ സുവിശേഷകൻ എടുത്തു പറയുകയാണ്. അരുളി ചെയ്യുകയാണ്, ജനക്കൂട്ടം തടിച്ചു കൂടിയിട്ടുണ്ട്. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ഇത് ഈശോയെക്കുറിച്ചാണ് പറയുന്നത്. ജനം, അതായത് സാധാരണ പ്രവാചകന്മാരെ പരിചയമുണ്ട്, സാധാരണ തരത്തിലുള്ള ടീച്ചിങ് നടത്തുന്നവരെയൊക്കെ പരിചയമുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഏറെ സവിശേഷമായ രീതിയിലുള്ള പഠനങ്ങളും അധ്യാപനങ്ങളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളുമെല്ലാം ഈശോയെ കണ്ടപ്പോൾ ഒരു നല്ല പ്രവാചകൻ എന്നുള്ള രീതിയിൽ കൂടെ പറയുന്നതാണ് ഈ സുവിശേഷ ഭാഗം. ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു സ്ത്രീ വന്നിട്ടാണ് ഇത് പറയുന്നത്. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇതിനേക്കാളെല്ലാം വളരെ വിശേഷമായിട്ടുള്ള ദൈവവചനമാണ് എന്ന് ഈശോ സ്ഥാപിക്കുകയാണ്. താൻ തന്നെയാകുന്ന വചനമാകുന്ന യേശു, ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തുമാത്രം ഊന്നൽ കൊടുക്കാൻ ഉറപ്പിക്കുവാൻ സാധിക്കുമോ, അത് അത്രയും വലിയ ഭാഗ്യം വേറെ മാറ്റമൊന്നുമില്ല. യേശുവിനെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് വീണ്ടും ഈശോ തുടരുന്നത്. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ ഇങ്ങനെ ആളുകൾ കൂട്ടമായിട്ട് വരികയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഈ തലമുറ ദുഷിച്ച തലമുറയെ കുറ്റപ്പെടുത്തുകയാണ് ഈശോ. ഇത് അടയാളം അന്വേഷിക്കുന്ന ഒരു തലമുറയാണിത്. എപ്പോഴും അവർക്ക് അടയാളം വേണം. സുവിശേഷം പല പ്രാവശ്യം അടയാളം അന്വേഷിച്ച് വന്നിട്ടുള്ളവരെ നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ അടയാളം കാണിക്കാൻ പറയുന്നുണ്ട്. ഈ അടയാളം ഇനി യോനായുടെ അടയാളം അല്ലാതെ വേറെയില്ല. യോനായുടെ അടയാളം നമുക്കറിയാം, മാനസാന്തരത്തിൻ്റെ അടയാളമാണ്. യോന ആദ്യം പറഞ്ഞത് അനുസരിക്കാതെ യോന വേറൊരു വഴിക്ക് തിരിഞ്ഞതുകൊണ്ടുണ്ടായത് കടലിൽ എറിയപ്പെടുകയും തിമിംഗലം യോനായെ വിഴുങ്ങുകയും ചെയ്തല്ലോ. അതിനെല്ലാം കഴിഞ്ഞ് യോനായെ ആ തിമിംഗലത്തിന് ദഹിപ്പിക്കാൻ സാധിച്ചില്ല. അത് കരയ്ക്കൊണ്ടെന്ന് സാധിച്ചിട്ടിട്ട് പോയത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും നശിച്ചു പോവുകയില്ല, ഇല്ലായ്മ ചെയ്ത് പോവുകയില്ല എന്നിവിടെ കൃത്യമായിട്ട് എടുത്തു പറയുകയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടാനായിട്ട് പറയുന്നു. യോന മാനസാന്തരപ്പെട്ട് ചെന്ന് വചനം പ്രഘോഷിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് ആവശ്യം. മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമ്മുടെ പോരായ്മകളും കുറവുകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനും മാനസാന്തരപ്പെടാനും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും അതിനുവേണ്ടി ക്ഷമിക്കാനും ക്ഷമ പറയാനും ക്ഷമ കൊടുക്കാനും ഒക്കെ നമുക്കിടയാകട്ടെ. അങ്ങനെയുള്ള ഒരു മാനസാന്തര ജീവിതത്തിലേക്ക് നമുക്ക് അടയാളം അല്ല വേണ്ടത്. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാനായിട്ട് അനുഗ്രഹമപേക്ഷിക്കാം. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധയാവർ പിതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.